നമസ്കാരം, എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ പേപ്പർ എടുക്കുമ്പോഴും അതുപോലെ നമ്മുടെ ഒരു വ്യൂവർ നമുക്ക് പരാതി അയച്ചു തന്നത് ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമാണ്. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ ഇരയാവുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം പത്രവാർത്തയിൽ വന്നത് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്ന പേരിൽ അധ്യാപകന് 40 ലക്ഷം രൂപ തട്ടി. ഇതായിരുന്നു ഒരു വാർത്ത. അതേസമയം തന്നെ നമ്മുടെ ഒരു വ്യൂവർ നമുക്ക് പരാതിയായി അയച്ചു തന്നിരിക്കുന്നു, എൻ്റെയും പൈസ പോയി. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചു എങ്ങനെയാണ് ഈ സംഭവം നടന്നതെന്നും ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൻ്റെ അവരുടെ അടുത്തും ഞാൻ അന്വേഷിച്ചു. അതിനെ പറ്റിയുള്ള ഒരു ചെറിയ അവബോധം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. അത് അറിവില്ലായ്മ കൊണ്ടാണ് വരുന്നതെന്നും ആ അറിവില്ലായ്മ ചൂഷണം ചെയ്യുകയാണ് പല ട്രേഡിംഗ് കമ്പനിയുടെ പേരിലും തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അറിവിലേക്കാണ്. ഓൺലൈൻ ജോബ് ഓഫർ ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായാലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നമ്മളെല്ലാം വിചാരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ജീവിത പ്രാരാബ്ദങ്ങളുണ്ടോ അല്ലെങ്കിൽ ജീവിത ചെലവുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ സമ്പാദ്യം കിട്ടിയാൽ നല്ലതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പോയി വീഴുന്ന ഒരു ചതിക്കുഴിയാണ് ഈ ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ജോബ്സ്. ചതിക്കുഴി വീഴുന്നത് മാത്രമല്ല, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ഈ ചതിക്കുഴി വീഴുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. സാധാരണക്കാരും വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരും ഇതിനകത്ത് പോയി വീഴാറില്ല. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൽ ഒരു അധ്യാപകൻ്റെ പൈസയാണ് വരുന്നത്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വിവരം നൽകി കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇത് കൂടാതെ ഡോക്ടർമാരുടെ പൈസ പോയിട്ട് അറിവുണ്ട്. ടെക്നോ പാർക്കിലും ഇൻഫാ പാർക്കിലും ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരുടെ പൈസ പോയതായിട്ടുള്ള നമ്മൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടു. ഇനി ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് നമ്മുടെ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ വ്യൂവർ നമ്മളോട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയാൻ പോകുന്നത്. വാട്സാപ്പും ഫേസ്ബുക്കും പോലുള്ള നവമാധ്യമങ്ങളിലൂടെ ഓൺലൈൻ ജോബ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചൊരു ആഡായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുക. ആ ആഡിൽ നമ്മുടെ വീട്ടമ്മമാരായാലും സാധാരണ ചെറുപ്പക്കാരായാലും പോയി വീഴും. അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കോൾ വരും. ആ കോളിൽ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ടെലഗ്രാം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ടെലഗ്രാമിലൂടെ ആയിരിക്കും പിന്നെ നിങ്ങളുടെ ടെലഗ്രാം ഇല്ലാത്തവരെ കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിലൂടെ ആയിരിക്കും പിന്നുള്ളവരുടെ ട്രാൻസാക്ഷൻസും അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസും മുഴുവൻ നടക്കുക. ടെലഗ്രാം വഴി മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ച. ടെലഗ്രാമിൽ കൂടെ തന്നെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. നിങ്ങൾ ടെലഗ്രാം എന്ന സംഭവത്തിലൂടെ നിങ്ങൾക്ക് കുറച്ച് ജോബ്സ് അവർ അയച്ചു തരും. ആ ജോബ്സ് ഓൺലൈൻ ജോബ്സ് എടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒരു ടാസ്ക്കാണ് വരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഹോട്ടൽസിൻ്റെയോ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളോ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്ന ജോബ്സാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിച്ച് പോകും. സ്റ്റാർ റേറ്റിംഗ് 6 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്ക് അവിടെ കഴിഞ്ഞു. 6ാമത്തത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയിലേക്കാണ് നിങ്ങൾ ഈ ടാസ്ക് മുഖേന ഉണ്ടാക്കിയ പൈസ ആദ്യം നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അതിൻ്റെ അക്കൗണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള സ്ക്രീൻഷോട്ട്സൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ വരുമാനം ക്രിപ്റ്റോ കറൻസിയിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇതും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് എന്നുള്ള രീതിയിൽ. അല്ലാതെ 6 ടിക്ക് എടുക്കുന്നതുകൊണ്ടേ 500ഉം 200ഉം ഒന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. അപ്പം നമ്മളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് കള്ളന്മാർ ആദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നിങ്ങളുടെ ടാസ്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇത്ര ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങളോട് പറയും. ഇപ്പം നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയ ടാസ്കിന് കിട്ടിയ എമൗണ്ട് ഒരു 300 രൂപയാണ് നമുക്ക് വിചാരിക്കും. അപ്പം ആ പൈസ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് എടുക്കണമെങ്കിൽ ഒരു 1000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ, അതായത് തട്ടിപ്പ് വീരന്മാർക്ക് ഒരു 1000 രൂപയും കൂടെ അയച്ചു കൊടുത്താൽ ഒരു 1300 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് അവർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ 1000 രൂപ അയച്ചു കഴിയുന്നുണ്ട് നിങ്ങളുടെ ആ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടിൽ 1300 എന്നുള്ളത് കാണിക്കും. നമ്മൾ വിശ്വാസമായി നമ്മുടെ അക്കൗണ്ടല്ലേ, നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ലേ. അപ്പോൾ 1300 രൂപ നിങ്ങൾ വിഡ്രോ ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യും. 1300 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. നമ്മൾ ഹാപ്പിയായി. തട്ടിപ്പിനിരയല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ജോബാണ് എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പലരും പറയുന്നുണ്ടാവും. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലോട്ട് കടന്ന അടുത്ത 6 സെക്കൻഡ് സ്റ്റേജിൽ അടുത്ത 6 ക്വസ്റ്റ്യൻസാണ് തരുന്നതെന്നുള്ളതാണ്. ഈ ഒരു ചെറിയ കേസിൽ മാത്രമാണ്, പലർക്കും പല രീതിയിലായിരിക്കാം കേട്ടോ. ഈ ഒരു
നമ്മുടെ വ്യൂവർ തന്ന പരാതിയിൽ പറയുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതുപോലെ തന്നെ പല പല ഐറ്റംസ് വെച്ചിട്ടായിരിക്കും പല തട്ടിപ്പ് നടത്തുക. അടുത്ത 6 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി അതിനകത്തൊരു അക്കൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എമൗണ്ട് ചിലപ്പം വരുന്നത് ഏകദേശം 4000 രൂപ എന്ന് നമുക്ക് വിചാരിക്കാം. ഏകദേശം 4000 രൂപ ആ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ 4000 രൂപ അവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ 4000 രൂപ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു 5000 രൂപയും കൂടെ അങ്ങോട്ട് അയച്ചു തന്നാൽ 10,000 രൂപയായിട്ട് അത് റിട്ടേൺ കിട്ടും. ക്രിപ്റ്റോ കറൻസിയുടെ പല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഡിവിഡൻറ്റും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തുന്നതാണ് നിങ്ങളെ വിശ്വസിപ്പിക്കുക ഒരു ഫോണിൽ കൂടെ. അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും അവരുടെ ടീച്ചറും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോ സെഷൻസിൽ നിന്ന് നിങ്ങളെ വിളിക്കും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം, ഇതുപോലെ ചെയ്താൽ പൈസ കിട്ടും എന്നൊക്കെ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പൈസ അയച്ചു കൊടുക്കും. കൃത്യമായ പൈസ തിരിച്ച് കിട്ടുകയും ചെയ്യും. അടുത്ത സെഷൻ, 3ാമത്തെ സെഷനിൽ നിങ്ങളുടെ ടാസ്ക് 6 തരും. നിങ്ങൾ ഇതുപോലെ ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ടിൽ ആ പൈസ കാണിക്കും. അത് ഏകദേശം 10,000 രൂപ എന്ന് വിചാരിക്കാം നമുക്ക് കണക്കിൽ. ആ 10,000 രൂപ കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ ക്രിപ്റ്റോ കറൻസിയുടെ അക്കൗണ്ടിൽ നിങ്ങൾ കാണും 10,000 രൂപ നിങ്ങളുടെ പേരും സൈഡിൽ ബാലൻസ് കിടക്കുന്നതായിട്ട് കാണും. ഈ പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ ഒരു 20,000 രൂപ ഇങ്ങോട്ട് അയച്ചു കൊടുത്താൽ 30,000 രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നവർ പറയും. ഇത്രയും കിട്ടുകയല്ലേ. നമ്മൾ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചിട്ടായാലും 20,000 രൂപ അയച്ചു കൊടുക്കും. ഈ 20, 10, 30,000 രൂപ ക്രിപ്റ്റോ കറൻസിയുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും. എന്നിട്ട് അവർ നിങ്ങളോട് പറയുന്നത് ഇത് വിഡ്രോ ചെയ്യാനുള്ള 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 4 സ്റ്റെപ്പ്. ആ പ്രോസസ്സിൽ നിങ്ങൾ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈസ ക്രിപ്റ്റോ കറൻസിയിൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫെയിലിയറായി, നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഫെയിലിയറായി എന്ന് അവർ വരുത്തി തീർക്കും. ആ വരുത്തി തീർക്കുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ 30,000 രൂപയുടെ ഹോൾഡ് ആണെന്ന് നിങ്ങളോട് പറയും. ആ ഹോൾഡ് വിഡ്രോ ചെയ്യാനായിട്ട് ഇൻഷുർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ അങ്ങനെ ഏതെങ്കിലും എമൗണ്ട് നിങ്ങളോട് അയക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ 30,000 രൂപ ജോലി ചെയ്തതും മേടിച്ചടച്ചതും തിരിച്ചു കിട്ടണമല്ലോ എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ചിലവാകെ ഉള്ളത് 20,000 രൂപയ്ക്കകത്തുള്ള ചിലവായിരിക്കും പോയിട്ടുണ്ടാവും. നിങ്ങളവിടെ അക്കൗണ്ടിൽ 30,000 രൂപ ഉണ്ടല്ലോ, ആ പൈസ നമ്മുടെ പൈസയല്ലേ. ഇന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് 1,00,000 രൂപയോ അതുപോലെ വരുന്ന മൂല്യത്തിൽ വരുന്ന എമൗണ്ട് നമ്മൾ കടം മേടിച്ചിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇൻഷുർഡായി നമ്മൾ അടുത്തൊരു ടാസ്ക് തരും. ആ ടാസ്ക് കഴിഞ്ഞ് ഈ പൈസ വരും. 1,00,000 രൂപയും നിങ്ങൾക്ക് കിട്ടാനുള്ള 30,000 കൂടി ചേർത്ത് 1,50,000 രൂപയായിട്ടായിരിക്കും അവർ നിങ്ങളോട് പറയുക നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അതിൽ നമ്മൾ വീണുപോകും, പ്രത്യേകിച്ച് മലയാളി. ആ വീണു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പൈസ അയച്ചു തരും. നിങ്ങളുടെ അക്കൗണ്ടിൽ 1,30,000 നിങ്ങളുടെ ഡിവിഡൻറ്റും കൂടെ ചേർത്ത് 1,50,000 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ആ വിഡ്രോയിങ് പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും മിസ്റ്റേക്കായി. ഇൻഷുർഡ് ചെയ്ത എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ സേഫാണ്. നിങ്ങൾക്ക് ചെയ്ത നിങ്ങളുടെ പ്രോസസ്സിൽ നിങ്ങൾ തന്നെ വീണ്ടും വീഴ്ച വരുത്തിയതുകൊണ്ട് ഇനി അത് അയക്കണമെങ്കിൽ 3,00,000 രൂപ ഇടേണ്ടി വരും. എല്ലാം ഡബിളായിട്ടാണ്, ത്രിബിളുമായിട്ടേ വരുള്ളൂ. അപ്പോൾ 3,00,000 രൂപ ഉള്ളവർ അയച്ചു കൊടുക്കും. ഇല്ലാത്തവരെന്ത് ചെയ്യും? പോയെന്ന് പറഞ്ഞാൽ ആരോടും പറയാതിരിക്കും, അത് വെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പൈസ പോയതല്ലേ, ഇത് ഒരു മനുഷ്യനോടും പറയേണ്ടത് പറയും. ചിലർ ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി ആത്മഹത്യ വരെ സംഭവിച്ചിട്ടുള്ള കഥകൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പം അതിൽ നമ്മുടെ ഈ അധ്യാപകന് 40,00,000 രൂപയോളം, അതായത് എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ പുള്ളി ഒരു 20,00,000 രൂപയായിരിക്കും അവരുടെ അക്കൗണ്ടിൽ ഇടാൻ പറയും. അപ്പോൾ 20,00,000 കൂടെ ഇട്ടോ, അല്ലെ അതിനനുസരിച്ച് എത്തിയോടെ 40,00,000 രൂപയോടെ അടുത്തെത്തിയത്, അല്ലെ 80,00,000 കിട്ടാൻ വേണ്ടിയിട്ട് 40,00,000 കൊടുത്തിട്ടുണ്ടോ, അതുവരെ പൈസ ഇട്ടിട്ടുണ്ടോ. കൂടുതൽ എമൗണ്ടുകൾ ഇടാനായിട്ട് അവർ പ്രേരിപ്പിക്കും. ഇതിട്ടാൽ ഇത്ര കിട്ടും. അങ്ങനെ തട്ടിപ്പ് ഇരയായ ആൾക്കാർ ആ പൈസ പോയിട്ടുണ്ടാവും. ഇതാണ് ക്രിപ്റ്റോ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസിയുടെ സൈറ്റിലും അവരുടെ കസ്റ്റമർ കെയറിലും ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിരുന്നു. ക്രിപ്റ്റോ കറൻസിക്ക് ടെലഗ്രാം ത്രൂ യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ഇല്ല. ഇനി ഈ ഓൺലൈനിൽ പരാതി തന്ന ആ കക്ഷിയുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിപ്റ്റോ കറൻസിക്ക് ഇല്ല. അപ്പം അതിൽ നിന്ന് എനിക്ക് വളരെ കൃത്യമായി ഇത് തട്ടിപ്പാണ്, അവർക്കും അത് തട്ടിപ്പാന്ന് മനസ്സിലായി. പക്ഷെ അത് എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി യാതൊരു ബിസിനസ്സും ക്രിപ്റ്റോ കറൻസി ടീം നടത്തുന്നില്ല. അവർ ഓതറൈസ്ഡ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ത്രൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരൊരിക്കലും ടെലഗ്രാം ത്രൂവോ നവമാധ്യമങ്ങൾ ത്രൂവോ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കട്ടെ. ആരും പോയി ടെലഗ്രാം ത്രൂ വരുന്ന ഓൺലൈൻ ജോബ്സിൽ പോയി പെടരുത്. ടെലഗ്രാം ത്രൂ വരുന്ന 99% റോങ് ആണ്. അത് നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്. കാശ് പോകുമ്പോൾ മാനസിക പിരിമുറുക്കമുണ്ടാകും. മാനസിക പിരിമുറുക്കം കൂടുമ്പോൾ നമുക്ക് ജീവിതം തന്നെ വിരക്തി തോന്നും. അപ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും കേരളത്തിൽ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്, ആത്മഹത്യ. അതിലേക്ക് പോകാതിരിക്കാൻ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും ഒരു വഴിത്തിരിവാവട്ടെ എന്ന് മാത്രം പറയുന്നു. ഇനി
നമുക്കിങ്ങനൊരു അപകടം സംഭവിച്ചാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കള്ളന്മാർ പൈസ തട്ടിക്കൊണ്ട് പോയി. ആ സമയം നമുക്ക് നമ്മുടെ സൈബർ നല്ല ആൾക്കാരാണ്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. 1930 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ടെലിഫോണിൽ നിന്ന് വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാം. ആ പരാതിക്ക് വേണ്ടുന്ന സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അവർ അയച്ചു തന്നിട്ടുണ്ടല്ലോ ടെലിഗ്രാം ത്രൂ. ഇനി അവർ തന്നിട്ടുള്ള അക്കൗണ്ട് നമ്പറുകളുണ്ടാവും. ഇനി ജിപേയോ മറ്റ് തരത്തിലുള്ള രീതിയിലാണ് നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പരാതി കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് സൈബർ സെല്ലിൻ്റെ സൈറ്റിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം. അതിനും ഈ സ്ക്രീൻഷോട്ടും നിങ്ങൾ ഉപയോഗിച്ച ഫോൺ നമ്പരും ടെലിഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പരാതി കൊടുക്കും. അവർ കൃത്യമായി അന്വേഷിക്കും. ആ അന്വേഷണത്തിന് ഫലമുണ്ടാവും. അവരെ കണ്ടെത്തും എന്നുള്ളതാണ് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അവർക്കുള്ള പ്രചോദനത്തിന് വേണ്ടി നമ്മളും കുറച്ച് സംയമനം പാലിച്ച് കൂടെ നിന്ന് കൊടുക്കുക. അവരെന്തായാലും കണ്ടുപിടിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ആദ്യം നമുക്ക് ചെയ്യാവുന്നത്. ഇനി രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ബാങ്ക് അക്കൗണ്ടുകൾ ജിപേയിലും ഫോൺപേയിലും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇതിൻ്റെ ഏറ്റവും സുഖം അവർക്ക് ജിപേ ഫോൺപേ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ അവർ പറയുള്ളൂ. കാരണം അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. സൈബർ സെല്ലിൽ നിന്ന്, അതായത് ആ സ്ഥാപനങ്ങളിലേക്ക് ലെറ്റർ കൊടുത്താൽ കൃത്യമായി കണ്ടെടുത്താൻ പറ്റും. ഇനി ഇതും അല്ലാതെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അവർ നിർബന്ധിക്കുന്നു. ആ നിർബന്ധിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ അവരുടെ സൈറ്റിൽ കയറി പേയ്മെൻറ്റ് അടയ്ക്കാൻ നോക്കിയാൽ അവർ ഫ്രോഡാണെന്ന് അതിൻ്റെ മേളിൽ ചെറുതായിട്ട് കാണിക്കും. പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കില്ല. അവർക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് പേയ്മെൻറ്റ് അയക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ക്രെഡിറ്റ് കാർഡ് ത്രൂ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കാൻ പറ്റില്ല നിങ്ങൾക്കെന്ന് പറയുന്ന സമയത്ത് അവർ നിങ്ങളെ നിർബന്ധിച്ച് ഡൗൺലോഡ് ചെയ്യിച്ച് പേയ്മെൻറ്റ് അയക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് CRED. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യിച്ചിട്ട് ആ ആപ്പിലൂടെയാണ് കയ്യിൽ കാശില്ലാതായി ഇനി അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമുക്ക് പൈസ അയക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരോട് ഒരു നോ ഹോപ്പ്, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയില്ല, ഇനി പൈസ അയക്കാനില്ല, എനിക്ക് ഞങ്ങളുടെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അവർ നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ആ നിർബന്ധിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ അവരുടെ സൈറ്റിൽ കയറി പേയ്മെൻറ്റ് അടയ്ക്കാൻ നോക്കിയാൽ അവർ ഫ്രോഡാണെന്ന് അതിൻ്റെ മേളിൽ ചെറുതായിട്ട് കാണിക്കും. പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കില്ല. അവർക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് പേയ്മെൻറ്റ് അയക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ക്രെഡിറ്റ് കാർഡ് ത്രൂ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കാൻ പറ്റില്ല നിങ്ങൾക്കെന്ന് പറയുന്ന സമയത്ത് അവർ നിങ്ങളെ നിർബന്ധിച്ച് ഡൗൺലോഡ് ചെയ്യിച്ച് പേയ്മെൻറ്റ് അയക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് CRED. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യിച്ചിട്ട് ആ ആപ്പിലൂടെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ റെൻ്റൽ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയാണ് കൂടുതലായിട്ടും ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സൈബർ സെല്ലുമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത്. ഇനി രണ്ടാമത്തത് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ സെഷനുകളുമായിട്ടും നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനും നമുക്കിതാണ്. ഈ സൈറ്റ് CRED എന്ന സൈറ്റ് ഇത്തരത്തിലുള്ള വ്യാജ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എല്ലാവരുടെയും ഓർമ്മയിലിരിക്കുക, ഈ CRED എന്ന ആപ്പ് ആരും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ക്രെഡിറ്റ് കാർഡ് സെഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള സകല വിവരങ്ങളും ചോർന്നു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഞാൻ ഈ ഒരു കേസുമായിട്ട് അന്വേഷിച്ച് പുറകെ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് അയക്കുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായി ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത ദിവസം 24 മണിക്കൂറിനകത്ത് ചെയ്യുന്നതിന് കുറച്ച് പ്രയോറിറ്റി ഉണ്ട്. ആ ക്രെഡിറ്റ് കാർഡ് സെഷനിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് ഇൻറ്റിമേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് പോയിട്ടുണ്ടെന്നുള്ളത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നടന്നിട്ടില്ലെങ്കിൽ നേരെ ക്രെഡിറ്റ് കാർഡ് സെഷൻസിൻ്റെ ഓഫീസുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അവിടെ പോയിട്ട് ആ സെഷനിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പക്ഷേ ഇതിലൊരു പ്രശ്നം ഉള്ളത്, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് OTP ത്രൂ ആണ് പോകുന്നത്. അപ്പം അത് തിരിച്ച് കിട്ടുന്നതിന് കുറച്ച് സമയവും കാര്യങ്ങളും ഉണ്ട്. കംപ്ലയിൻറ്റ് കൃത്യമായി കൊടുക്കാം. ഇനി ഇത് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വെബ്സൈറ്റുകളിൽ കയറി, അതായത് ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളുടെ സൈറ്റിൽ കയറി നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. എന്നോട് ചോദിച്ച നമ്മുടെ വ്യൂവർ ചോദിച്ചത് എങ്ങനെ പരാതി കൊടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനൊക്കെ ആൻസർ ആയിട്ടുണ്ട്. ഒന്ന് 1930 സൈബർ സെല്ല് അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പരാതി കൊടുക്കാം. ബാങ്കിലാണെങ്കിൽ ബാങ്കിൽ പരാതി കൊടുക്കാം. ക്രെഡിറ്റ് കാർഡ് ത്രൂ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലും ക്രെഡിറ്റ് കാർഡിൻ്റെ സൈറ്റിലും കയറി നമുക്ക് പരാതി കൊടുക്കാം. ഇതാണ്
ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ നിയമപാലകർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ പൈസകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളത് മാത്രമാണ്. അതവർ കൃത്യമായി ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.